ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. കഴിഞ്ഞ ഏകദേശം 2 ദിവസമായിട്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡീപ് സീക്കിനെ കുറിച്ചാണ്. എന്താണ് ഡീപ് സീക്ക്, എന്തുകൊണ്ടാണ് ഡീപ് സീക്ക് കാരണം ഇന്നത്തെ മാർക്കറ്റ് ഡംപ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളിത് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻ വെരി സിമ്പിൾ ആൻഡ് ഷോർട്ട് ടേംസ്. ഡീപ് സീക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റ് GPT റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ചൈനീസ് കണ്ടുപിടിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് deepseek.com നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ സോഴ്സാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കേപ്പബിലിറ്റീസ്, ഇതെങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫ്രീ ആയിട്ട് ഇതിൽ അവൈലബിൾ ആണ്. ആസ് യു ഓൾ നോ, ചാറ്റ് GPT ഈസ് എ പെയ്ഡ് സോഴ്സ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും രസകരമായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ഡീപ് സീക്കിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഒരു ചൈനീസ് ആയതുകൊണ്ട് മാത്രമാണോ, ചൈനീസ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണോ? അതല്ല. നമ്മൾ കേട്ടിട്ടുള്ള ഈ ചാറ്റ് GPT അതിന് ഏകദേശം US അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഡെവലപ്പേഴ്സിന് ചിലവായത് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഏകദേശം $60 ബില്യണോളം ആണ്. ആൻഡ് ഇറ്റ് ടുക്ക് ഇയേഴ്സ്. പക്ഷേ ഡീപ് സീക്ക് ബിൽഡ് ചെയ്തത് വെറും 2 മാസങ്ങൾ കൊണ്ടാണെന്നുള്ളതും അതിനുവേണ്ടി ചിലവാക്കിയിരിക്കുന്നത് വെറും $6 മില്യൺ മാത്രമാണെന്ന് പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ US പറഞ്ഞുകൊണ്ടിരുന്നത് ചൈന ഈസ് വെരി മച്ച് ബിഹൈൻഡ് us ഓൺ AI, എസ്പെഷ്യലി ഓൾ ദീസ് തിങ്സ് എന്നാണ് ചാറ്റ് GPT പോലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ്റെ വരവോടുകൂടി തന്നെ വളരെ മുൻപേ പോയി ചൈനീസ് അവരുടെ ഡെവലപ്പേഴ്സ്. നമുക്ക് പറയേണ്ടതായിരിക്കുന്നു, ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ലോകത്തിൽ ഇൻ ഈച്ച് ആൻഡ് എവറി ഏരിയാസ് ചൈനീസ് മുന്നിൽ തന്നെയാണ്. അതൊരിക്കൽ കൂടി തെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ 2022 മുതൽ തന്നെ ഏറ്റവും വലിയ ചിപ്സെറ്റുകൾ ഉപയോഗിച്ചാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ വർക്കാകുന്നത്. പക്ഷേ NVIDIA പോലുള്ള ലീഡിങ് ചിപ്സെറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ അവിടെ നിന്നുള്ള US ഒരു ബാൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിലുള്ള അല്ലെങ്കിൽ പഴയ ചിപ്സെറ്റുകൾ മാത്രമേ ചൈനീസിന് അവൈലബിൾ ഉള്ളൂ. എന്നിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് $60 ബില്യൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ചാറ്റ് GPTനെ ഇവർ വെറും $6 മില്യൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഡീപ് സീക്ക് കഴിഞ്ഞ 2 മാസം കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അവർ ആപ്പിൾ സ്റ്റോറിൽ ചാറ്റ് GPTയുടെ ടോട്ടൽ ഡൗൺലോഡിനെ ഓൾറെഡി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു വിത്ത് വെരി ലിമിറ്റഡ് സോഴ്സ് ഓഫ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ചിപ്സെറ്റ്, ഇൻക്ലൂഡിങ് ചിപ്സെറ്റ് ഫ്രം NVIDIA. അതൊരു വലിയ മൂവ്മെൻ്റ് ആണ്. ഓഫ് കോഴ്സ് അപ്പം ഇന്ന് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US പോലുള്ള വലിയ കൺട്രി, സോ കോൾഡ് അവർ പറയുന്നതനുസരിച്ചുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ചൈനീസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇന്ന് വളരെ ഡിസ്കഷനായി. ആ ഡിസ്കഷനാണ് ഇന്ന് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഡംപ് ചെയ്യാൻ വേണ്ടിയുള്ള കാരണമായത്. നമുക്ക് ഡീപ് സീക്കിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് എളുപ്പമാണ്. പക്ഷേ ഇത് നോക്കിയാൽ അറിയാം, ഡ്യൂ ടു ലാർജ് സ്കെയിൽ മലീഷ്യസ് അറ്റാക്സ് ഓൺ ഡീപ് സീ സർവീസസ് രജിസ്ട്രേഷൻ മേ ബി ബിസി. പുതിയ യൂസേഴ്സിന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് നേരം ടൈം എടുത്താൽ മാത്രമേ യൂസർ വെരിഫിക്കേഷൻ നടക്കുന്നുള്ളൂ. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇറ്റ് ഈസ് വെരി മച്ച് ബെറ്റർ എന്ന് യൂസ് ചെയ്തതിൽ നിന്ന് എനിക്ക് പറയേണ്ടതായിരിക്കുന്നു. ആൻഡ് ഓൾസോ വളരെ രസകരമായ കാര്യം, ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഡംപ് ചെയ്തു എന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇൻ ദ ഫ്യൂച്ചർ ഓഫ് കോഴ്സ് AI എപ്പോഴും വളരെ ലോ കോസ്റ്റിൽ കിട്ടുന്നതും ആ ലോ കോസ്റ്റിൽ ഡീപ് സീക്ക് പോലുള്ള പുതിയ ചാറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നതും ഇൻ ദ ലോങ് റണ്ണിങ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ വേൾഡ് പബ്ലിക്കിന്, ഒരു മാസ് പബ്ലിക്കിന് AIനെ വളരെ സിമ്പിളായും വളരെ ചിലവ് കുറച്ച് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായ ഒരു ഡംപ് ഒരു വലിയ പ്രോബ്ലമായി കാണേണ്ടതില്ല. തീർച്ചയായിട്ടും ഇൻ ലോങ് ടേം ഒരു മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരും. AIയുടെ യൂസോടുകൂടി ധാരാളം കാര്യങ്ങൾ ലോകത്തിൽ ഗുണപരമായി സംഭവിക്കാൻ ഇതൊരു വലിയ ലീപ്പായി മാറട്ടെ. സോ കുഡോസ് ടു ദ എൻറ്റയർ ചൈനീസ് ടീം ആൻഡ് ദ പ്രോഗ്രാമേഴ്സ് ഹു ആർ ബാക്കിംഗ് അപ്പ് ദിസ് ഡീപ് സീക്ക്. ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് വളരെ സിമ്പിളായും വളരെ ടെക്നിക്കലി വളരെ സിമ്പിളായി മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ വീഡിയോസ് ഇനിയും വരുന്നതാണ്. താങ്ക് യു. കെവിൻ സൈനിങ് ഓഫ്.